ഈ അടുത്ത കാലത്ത് ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിച്ചു. തിരൂരിലൊരു സംവാദമുണ്ടായി. ലിറ്റ്മസിൻ്റെ അല്ലെങ്കിൽ എസൻസിൻ്റെ ഏറ്റവും ഒടുവിലുള്ള സ്റ്റേറ്റ് സമ്മേളനമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ അധികം അതിൻ്റെ സംഘാടനം ഫോളോ ചെയ്തിട്ടില്ല. ഈ അടുത്ത കാലത്താണ്, ഓഗസ്റ്റ് 25 മറ്റോ ആണ്. എന്താണ് അതിലെ വിഷയം? എവിടെയും ആളുകളെ കൂട്ടാൻ ഇസ്ലാമിക വിഷയം വേണം എന്നത് തന്നെ ഇസ്ലാമിൻ്റെ ഒരു പ്രസക്തിയല്ലേ? അത് തന്നെ ആലോചിച്ച് നോക്കൂ. സെക്കുലർ മീഡിയകൾക്ക് ആളെ കിട്ടണമെങ്കിൽ, വായനക്കാരെ കിട്ടണമെങ്കിൽ, സബ്സ്ക്രൈബേഴ്സിനെ വർദ്ധിപ്പിക്കണമെങ്കിൽ, സമൂഹം ശ്രദ്ധിക്കുന്ന ഒരു ചർച്ച ഇവിടെ സാധ്യമാവണമെങ്കിൽ അതിൽ പരാമർശിക്കപ്പെടുന്ന വിഷയം ഒരു മുസ്ലിം റിലേറ്റഡ്, ഇസ്ലാമിക് ഓറിയന്റഡ് വിഷയമാകണമെന്നുള്ളത്, മറ്റുള്ളവർ പോലും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വാസ്തവത്തിൽ എന്താ അറിയിക്കുന്നത്? ഇപ്പോഴും ലീവിങ് റിലീജിയൻ, ഫങ്ഷണൽ റിലീജിയൻ ഇസ്ലാമാണെന്നതാണ്. അന്ന് അവിടെ നടന്ന ചർച്ചയുടെ വിഷയം ഇസ്ലാമിലെ അടിമത്തം മാനവികമോ എന്നുള്ളതായിരുന്നു. ആരൊക്കെയാണ് അവതരിപ്പിക്കുന്നത്? ഒരു ഭാഗത്ത് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് രാഹുൽ ഈശ്വർ. ഇസ്ലാമിലെ അടിമത്തം അമാനവികമാണെന്ന് സംസാരിക്കുന്നത് ഇസ്ലാം വിട്ടിട്ടും ഇസ്ലാമിൽ ഒട്ടിപ്പോയി നിൽക്കുന്ന പരശതം സഹോദരന്മാരിൽ ഒരു പ്രതിനിധിയായ ലിയാഖത്ത് അലി എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. ഷൗക്കത്ത് അലി ഓർ ലിയാഖത്ത് അലി? ലിയാഖത്ത് അലി സി അല്ലേ? ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൽ വിശ്വാസമില്ലാത്ത രണ്ടുപേരാണ് ഇസ്ലാമിന്റെ ഒരു സിസ്റ്റം ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിൽ അവരില്ല, അവർ ഇസ്ലാം വിട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ഇസ്ലാമിന്റെ ഏത് വിഷയമാണ് ചർച്ച ചെയ്യുന്നത്? അവർ തന്നെ പറയുന്ന ഗോത്രകാല സിസ്റ്റം, അവർ തന്നെ പറയുന്ന അപരിഷ്കൃതമായ സിസ്റ്റം. 2025 ഓഗസ്റ്റ് മാസം നിരീശ്വരവാദികൾ അവർ സമ്മേളനം കഴിക്കുമ്പോൾ, ലക്ഷങ്ങൾ പൊടിച്ചും പിരിച്ചും സമ്മേളനം നടത്തുമ്പോൾ അതിൽ മണിക്കൂറുകൾ എൻഗേജ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇസ്ലാമിലുള്ള ഒരു അവരെ വിശ്വാസപ്രകാരം ഒരു പഴഞ്ചൻ സിസ്റ്റം ചർച്ചക്ക് വെക്കുന്നു. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്, ഇവിടെയുള്ള ഒരു ക്രൈസ്തവ സഹോദരങ്ങളുടെ ഒരു ബൈബിളിക്കലായിട്ടുള്ള ഒരു വിഷയത്തിൽ ഇവിടെ ഒരു ഹൈന്ദവ സഹോദരനും ഒരു നിരീശ്വരവാദിയും സംവാദം നടത്തുമെന്ന്? ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു മുസൽമാനും ഒരു നാസ്തികനും സംവാദം നടത്തുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പോഴും സമൂഹത്തിൽ ഇസ്ലാമാണ് വിഷയമെങ്കിൽ അതിന് ഇടമുണ്ട്. ഇസ്ലാമാണ് ചർച്ചയെങ്കിൽ സാമൂഹികമായി അതിനൊരു പ്രസക്തിയുണ്ട്. വേറെ ഒന്നിനും ആ ഒരു പ്രത്യേകത കാണുന്നില്ല എന്ന് ഞാൻ അതിശയോക്തി പറയുകയല്ല, അനുഭവം, വാർത്താ റിപ്പോർട്ടിംഗ് പോലെ നമുക്ക് പറയാൻ സാധിക്കുമെന്ന് പറയുകയാണ്. അതാണ് നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിക്കപ്പെട്ട ആ ചോദ്യത്തിന്റെ പ്രാക്ടിക്കലായ മറുപടിയും. ഈ കാലത്തും ഇസ്ലാം മുൻനിർത്തിക്കൊണ്ട് ലോകത്തോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ നമ്മൾ അറിയേണ്ടത് ലോകം ഇപ്പോഴും സംസാരിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ചാണെന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ സൈഡിലേക്ക് വന്നാലോ, എന്താണ് നമ്മളുടെ ഒരു ചോദ്യം? ഈ കാലഘട്ടത്തിലും 6-ാം നൂറ്റാണ്ടിലുള്ള ഒരു ഗ്രന്ഥം വെച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഈ 6-ാം നൂറ്റാണ്ടിലെ കിതാബ് എന്നുള്ളത് അവരുടെ ഒരു പ്രയോഗമാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായത് 7-ാം നൂറ്റാണ്ടിലാണ്. ക്രിസ്തബ്ദം 609 അല്ലെങ്കിൽ 10 ആ കാലഘട്ടത്തിലാണ് അവതീർണമായി തുടങ്ങുന്നത്. എന്നിട്ട് അവർ പറയും, അല്ലെങ്കിൽ അവരുടെ പ്രചരണം കേട്ട് നമ്മളും ഒരുപക്ഷെ ചിന്തിച്ചു പോയിട്ടുണ്ടായേക്കാം, പ്രാചീന മനുഷ്യർ, മധ്യകാല മനുഷ്യർ, ആധുനിക മനുഷ്യർ, AI യുഗത്തിലെ മനുഷ്യർ, ഇങ്ങനെ മനുഷ്യവംശത്തെ കുറെ സെഗ്മെന്റേഷൻ ചെയ്യും, കഷ്ണിക്കും, കത്രിക്കും, ഖണ്ഡിക്കും. എന്നിട്ട്
ഒരു തെറ്റായ ഒരു സങ്കല്പം അവർ സ്ഥാപിക്കും. ഈ ഭാഗം നിങ്ങൾ കുറച്ച് ആഴത്തിൽ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. എന്താണ് അവർ ആക്കിക്കൂട്ടി വെക്കുക? നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ കുറച്ച് ഉന്നതന്മാരായ മനുഷ്യന്മാരാണ്. ഇസ്ലാമും ആധുനികതയും അല്ലെങ്കിൽ ഇസ്ലാമും നാസ്തികതയും വേറിട്ട് നിൽക്കുന്ന അടിസ്ഥാനപരമായ സാമൂഹികമായ ഒരു തലം ഞാൻ ഇനി പറയുന്നതാണ്. ആധുനികതയും നാസ്തികതയും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു കൺസെപ്റ്റ്, ഇന്ന് ജീവിക്കുന്ന നാം ഈ സമൂഹം ആദ്യകാലക്കാരായ സമൂഹത്തെക്കാൾ മേന്മയുള്ളവരാണ്, മികച്ചവരാണ്, വികസിച്ചവരാണ് എന്നുള്ളതാണ്. അവരെ വിശ്വാസപ്രകാരം ബേക്കിലേക്ക് പോകുന്തോറും മനുഷ്യർ പഴകിയവരും പോരാത്തവരും അപൂർണരുമാണ്. അതുകൊണ്ടാണ് അവരെന്ത് പറയുന്നത്? 2000 കൊല്ലം മുമ്പുള്ള വിശ്വാസം, 1500 കൊല്ലം മുമ്പുള്ള വിശ്വാസം ഇപ്പൊ മോശമല്ലേ? എന്നാൽ ഇസ്ലാമിന്റെ സങ്കല്പമോ? ഇസ്ലാമിന്റെ സങ്കല്പം നേരെ എതിരാണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. നാം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മൻഹജ് അക്ഷരാർത്ഥത്തിൽ ഇതാണ്. ഏറ്റവും നല്ല കാലഘട്ടം എൻ്റെ കാലമാണ്, പിന്നീട് അതിനോടടുത്ത കാലഘട്ടമാണ്, അതിൽ പിന്നെ നല്ല കാലം, അതിൻ്റെ ശേഷകാലമാണ്, അതിൽ പിന്നെ നല്ല കാലം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റിനെ അംഗീകരിക്കുന്നത്? അടിസ്ഥാനപരമായി ഫ്രം ദ ഫസ്റ്റ് ഹോമോസാപ്പിയൻ ടു ദ ലാസ്റ്റ് ഹോമോസാപ്പിയൻ, ആദം അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യൻ വരെയുള്ള മനുഷ്യരെല്ലാം ആവശ്യങ്ങളുടെ കാര്യത്തിലും മനോഭാവത്തിന്റെ കാര്യത്തിലും മാനുഷികമായ വിചാര സംബന്ധിയായ സകല വിഷയങ്ങളിലും ഒരുപോലെയാണ്. മനുഷ്യന്മാര് വേറെ വേറെയാകുന്നില്ല ഒരു കാലത്ത്. 12,000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 8,000 കൊല്ലം മുമ്പ് എന്താണോ മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരുടെ അതേ മനോഭാവവും ആലോചനയും വിചാരങ്ങളും തന്നെയാണ് ഇന്നും. എന്തേ പിന്നെ മാറുന്നുള്ളൂ? ഉപകരണങ്ങളും ഉപായങ്ങളും മാത്രമേ മാറുന്നുള്ളൂ. ആ കാലഘട്ടക്കാരെ ചിരിപ്പിച്ച സകലതും ഇന്ന് നമ്മളെയും ചിരിപ്പിക്കും. നമ്മളെ ഇന്ന് കരയിപ്പിക്കുന്ന സകല സീനുകളും അവരെയും കരയിപ്പിച്ചിരിക്കും. അവർ കണ്ടിരുന്നുവെങ്കിൽ, അനുഭവിച്ചിരുന്നുവെങ്കിൽ. ഇസ്ലാമിന്റെ അല്ലെങ്കിൽ സെമിറ്റിക് മതസങ്കല്പ പ്രകാരം ലോകത്ത് ആദ്യത്തെ കൊലപാതകം പെണ്ണിന് വേണ്ടിയായിരുന്നു. കാമം മൂലം കനകം മൂലം പാരിൽ കലഹം സുലഭം എന്നാണ് ഉറൂബ് കുട്ടിക്കൃഷ്ണപിള്ള നമ്മുടെ കാലഘട്ടത്തിൽ നോവൽ എഴുതിയത്. അന്നും കാമവും കനകവും യുദ്ധവും മദ്യവും മദിരാക്ഷിയും ഒക്കെയായിരുന്ന പ്രമേയം ഇന്നും മാറുന്നൊന്നുമില്ല. എണ്ണി പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കാൻ പ്രയാസമാണെങ്കിലും മനുഷ്യന്, ഞാനിത് പറയുന്നത് ഇതൊരു പ്രധാന ഒരു മർമ്മമായത് കൊണ്ടാണ്. എന്നും ഈ ഖുർആൻ മതി, ഇത് സംരക്ഷിക്കുമെന്ന് ഖുർആൻ പറയാൻ കാരണം ഇത് മതിയായത് കൊണ്ടാണ്. എന്ത്? മനുഷ്യനാകെയുള്ളത് 12 ആവശ്യങ്ങളാണ്. AI യുഗത്തിലുള്ള മനുഷ്യൻ നമ്മൾ മുതൽ പിറകിലോട്ട് കാളവണ്ടി കഴുതവണ്ടി യുഗത്തിലെ മനുഷ്യൻ വരെ എണ്ണിയാൽ 12 അല്ലാത്ത 13ാമത്തെ ആവശ്യം പറയുക സാധ്യമല്ല. എന്താണ് 12 ആവശ്യം? മാറ്റിവെക്കാൻ പറ്റായ്മയുടെ തീവ്രതയനുസരിച്ചുകൊണ്ട് മനുഷ്യന്റെ ദ പ്രൈം ഫണ്ടമെന്റൽ നീഡ് ഓഫ് ഹോമോസാപ്പിയൻ ഈസ് ഗെറ്റിംഗ് എ സൗണ്ട് സ്ലീപ്പ്. വൃത്തിക്കൊരു ഉറക്കം കിട്ടുക എന്നുള്ളതാണ് മനുഷ്യന്റെ 1ാമത്തെ ആവശ്യം. ഉറക്കം കിട്ടുക. 2ാമത്തെ ആവശ്യം മൂത്രമൊഴിക്കുക. 3ാമത്തെ ആവശ്യം വെള്ളം കുടിക്കുക. 4 വിസർജിക്കുക. 5 ഭക്ഷണം കഴിക്കുക. വെള്ളം കുടിക്കലല്ലേ പ്രധാനം, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ നമുക്ക് തോന്നും. പക്ഷേ ഉറക്കം വന്നാൽ മാറ്റിവെക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ചർച്ച പോലും പ്രസക്തമല്ല. ഉറങ്ങിപ്പോകും. ദാഹിച്ചാൽ ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ പോലെ 2 ആഴ്ച അതിലേറെയോ വെള്ളം കുടിക്കാതെ നിൽക്കാം. മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ഒരു പരിമിതിയുണ്ട്, ഒരു പരിധിയുണ്ട്. അതിനകം ഒഴിച്ചിരിക്കണം, അല്ലെങ്കിൽ ഒഴിച്ചു പോകും. 2 മൂത്രമൊഴിക്കൽ, 3 വെള്ളം കുടിക്കൽ. ഭക്ഷണം കഴിക്കാതെ കുറെ കാലം പിടിച്ചു നിൽക്കാം. അതുകൊണ്ടാണ് 4ാമത്തേതായത് വിസർജിക്കൽ. വിശന്നാൽ നീട്ടിവെക്കാം, പക്ഷേ വിസർജന
ടെൻഡൻസി ഉണ്ടായാൽ സാധ്യമല്ല. 4 വിസർജനമാണ്, 5 ഭക്ഷണം കഴിക്കലാണ്. ഞാൻ അത് എണ്ണി പറഞ്ഞ് നേരം കളയുകയല്ല. 6 പ്രായമായവർക്കും കുട്ടികൾക്കും, മേജർ ആൻഡ് മൈനർ. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും അഭയം നേടാൻ വസ്ത്രം ധരിക്കലാണ്. അതേസമയം മിഡിൽ ക്ലാസ് ആണെങ്കിൽ, മിഡിൽ ക്ലാസ് മീൻസ് ഏജ്, മധ്യകാലഘട്ടമാണെങ്കിൽ ലൈംഗികതയാണ്. അപ്പൊ 6, 7 അങ്ങനെ പോയി. 8ാമത്തേത് പാർപ്പിടമാണ്. അത് വീടാകാം, കൂടാകാം, കൊട്ടാരമാകാം, റെയിൽവേ പുറമ്പോക്കാവാം, ഒരു മരത്തിന്റെ പൊത്താകാം, പാറയുടെ മാളമാകാം, എന്തുമാകാം. തല ജയിക്കാൻ ഒരിടം, അതാണ് മനുഷ്യന്റെ 8ാമത്തെ പ്രാഥമിക ആവശ്യം. ഇതൊക്കെ ഒത്താലാണ് മനുഷ്യൻ 9ാമത്തേതിലേക്ക് തിരിയുക. വിനോദം, എന്റർടൈൻമെന്റ്. മനുഷ്യന്റെ വിനോദം 4 ഇനമാണ്. കല, കായികം, സംഗീതം, ലഹരി. 8ഉം 4ഉം 12. കല, കായികം, സംഗീതം, ലഹരി. വ്യവസ്ഥാപിത കലയാകാം, അവ്യവസ്ഥാപിതമായ നാച്ചുറൽ കലയാകാം. ഒരാളെ പത്തായത്തിലിട്ട് പൂട്ടിയാൽ 2 മിനിറ്റ് കൊണ്ട് മാന്താൻ തുടങ്ങും, ടപ്പേ ടപ്പേ അടിക്കാൻ തുടങ്ങും. അത് ഉള്ളിലുള്ള ഇന്നേറ്റീവായിട്ടുള്ള ആർട്ട് സെൻസാണ്. കായികം വ്യവസ്ഥാപിതമായ ഗെയിമാകാം, സ്പോർട്സ് ആകാം, എന്തുമാകാം. അവ്യവസ്ഥാപിതമായതാകാം. ഒരാളെ കൊല്ലാനുള്ള ടെൻഡൻസി പോലും ബേസിക്കലി കായികമാണ്. ഞാൻ വിശദീകരിക്കുകയല്ല. സംഗീതം ആസ്വാദന മുകുളങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ശബ്ദവിന്യാസം, അതാണ് സംഗീതം. മറ്റൊന്ന് ലഹരി. ലഹരി എന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക് ആവാം, സിന്തറ്റിക് ആവാം. ഓരോരുത്തർക്കും ഓരോ ലഹരിയാണ്. സ്വാഭാവികമായ മനുഷ്യന്റെ മാനസികാവസ്ഥയെ തടസ്സം ചെയ്യുന്ന ദൗർബല്യങ്ങൾക്കാണ് ലഹരി എന്ന് പറയുക. ചില ദൗർബല്യങ്ങൾ പോസിറ്റീവാണ്, ചിലത് നെഗറ്റീവാണ്. ചിലർക്ക് അക്ഷര ലഹരി, ആശയലഹരി, ആത്മീക ലഹരി, അധികാര ലഹരി, പണലഹരി, ആൺ ലഹരി, പെൺ ലഹരി, സിൻഡ്രംസ്, അതാണ് ഈ ലഹരി. ശ്വാസം കഴിക്കുന്ന മനുഷ്യന്റെ 12 ആവശ്യങ്ങൾ ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെ ഒന്നാണ്. ഈ ആവശ്യം മാറുന്നുവെങ്കിലല്ലേ ചരിത്രകാരന്മാർ അന്നത്തേത്, മധ്യകാലഘട്ടത്തിലേത്, പിന്നത്തേത്, ഇന്നത്തേത് എന്ന് പറയേണ്ടതുള്ളൂ. എന്നും മനുഷ്യനൊന്നാണ്. പിന്നെ എന്തേ മാറുന്നത്? പിന്നെ മാറുന്നത് ഉപകരണങ്ങളും ഉപായങ്ങളുമാണ്. കാളവണ്ടിയിൽ പോയവനും കഴുതവണ്ടിയിൽ പോയവനും കാൽനടയായി പോയവനും മക്കൾ ഉണ്ടായപ്പോൾ സ്പേസ് എക്സിൽ ബഹിരാകാശത്തേക്ക് പോകാൻ തുടങ്ങി, ജംബോ ജെറ്റിൽ പറക്കാൻ തുടങ്ങി, ഊളിയിടുന്ന അന്തർവാഹിനികളിൽ കടൽ ആഴങ്ങൾ താണ്ടിത്തള്ളാൻ തുടങ്ങി. ബേസിക്കലി അവന്റെ ലഹരിയായ ആവശ്യമായ സഞ്ചാരം അവിടെയുണ്ട്. അത് മാറുന്നില്ല. ഉപകരണങ്ങളെ മാറിയിട്ടുള്ളൂ. കത്തെഴുതി ആശയങ്ങൾ കൈമാറി പഴയ കാലത്ത്. അതിനു മുമ്പ് പറക്കുന്ന പറവയുടെ കാലിൽ സന്ദേശം കെട്ടിത്തൂക്കി അതിന്റെ റെസിപ്റ്റിലേക്ക് അയച്ചു കൊടുത്തു. ഹംസവും ദമയന്തിയും ഒക്കെ നമ്മൾ ഈ നാട്ടിലുള്ള സാഹിത്യമാണല്ലോ. അറബ് കവിതകളിലേക്ക് പോയാൽ അതിലുമുണ്ട്. പ്രാവിന്റെയും മറ്റ് പക്ഷിയുടെയും കാലിൽ കത്തെഴുതിയിട്ട് പ്രണയ പ്രേയസിയുടെ അരികിലേക്ക് പറഞ്ഞയച്ച കഥകൾ. അന്നൊക്കെ മെസ്സേജുകൾ കൈമാറുക അങ്ങനെയാണ്. പിന്നീട് കത്തുകളായി, ദൂതന്മാരെ നേരിട്ട് വിടലായി. ഇന്ന് അതിസൂക്ഷ്മമായ ടെക്നോളജി വികസിച്ചപ്പോ അത് കൈവിരൽ കൊണ്ട്, നിമിഷാംശം കൊണ്ട് മെസ്സേജുകൾ കൈമാറുന്ന കാലം വന്നു. ബയോമെട്രിക് ഹ്യൂമൻ ബീയിങ് വരുമെന്ന് വിശ്വസിക്കപ്പെടുന്ന, പ്രവചിക്കപ്പെടുന്ന 2050 നാം വിരലുകൊണ്ട് പോലും പ്രസ് ചെയ്യണ്ട, തലച്ചോറ് കൊണ്ട് കരുതിയാൽ മെസ്സേജ് അവിടെ എത്തും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അല്ലാഹു അലം, അസാധ്യമല്ല. നാം മനസ്സിൽ വിചാരിക്കുന്ന കാര്യം 10,000 കിലോമീറ്റർ അപ്പുറത്തുള്ള മനുഷ്യന് അതേസമയം കിട്ടുമെന്ന് അഹ്ലുസുന്നയിൽ വിശ്വസിക്കുന്ന ആൾക്ക് മനസ്സിലാക്കൽ പ്രയാസമല്ല. ശാസ്ത്രം എത്ര മുന്നോട്ട് പോയാലും അതിൽ സത്യസന്ധമായി അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയുക അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കായിരിക്കും. അപ്പൊ ഞാൻ ചുരുക്കുകയാണ്. ടെക്നോളജി മാറുന്നുണ്ട്, ഉപകരണം മാറുന്നുണ്ട്, ഉപായം മാറുന്നുണ്ട്, മനുഷ്യൻ മാറുന്നില്ല. ഈ ടെക്നോളജിയുടെ കാലം എന്നൊക്കെ നമ്മൾ വീമ്പ് പറയല്ലോ. ഈ പറയുന്ന സകല ടെക്നോളജിയും ഇല്ലാതാകാൻ, ഈ ലോകം റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കാൻ അര മിനിറ്റിന്റെ സമയം ആവശ്യമുണ്ടോ? 2018 കേരളത്തിൽ പ്രളയമുണ്ടായി. എന്തേ സംഭവിച്ചത്? വേണ്ട, പഴയ കഥയൊന്നും ഓർക്കണ്ട. നാം നിൽക്കുന്ന ഈ നിമിഷത്തിൽ 24 മണിക്കൂർ നിലക്കാതെ മഴ പെയ്താൽ കറണ്ട് ഉണ്ടാകുമോ?
ഒരു വേൾഡ് വാർ സംഭവിക്കുകയാണെങ്കിൽ ടെക്നോളജി ഉണ്ടാകുമോ? ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന അതിന്റെ റിമോട്ട് കൺട്രോളുകൾ വർക്ക് ചെയ്യുക എയറിലായിരിക്കും, സ്പേസിലായിരിക്കും. സ്റ്റാർ വാറാണ് സംഭവിക്കുക. എല്ലാ ടെക്നോളജിയും കണ്ണു ചിമ്മും. വിമാനങ്ങൾ, റഡാർ സംവിധാനങ്ങൾ സിഗ്നലുകൾ ലഭിക്കാതെ വായുവിൽ വട്ടമിട്ട് പറക്കും. ലാൻഡ് ചെയ്യാൻ കഴിയില്ല. മിസൈലുകൾ പൊട്ടിത്തെറിച്ച് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക വിക്ഷേപിച്ച അണുബോംബിനേക്കാൾ വീര്യമുള്ള ബോംബുകളാണ് ഇസ്രായേൽ ഗാസയിൽ പോലും ഇട്ടത്. ഭൂമിയെ മുഴുവനും കരിക്കാനുള്ള ആയുധങ്ങൾ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഒളിപ്പിക്കാതെയും സൂക്ഷിക്കുന്നുണ്ട് ഇന്നും. എന്നല്ല, ഇന്ന് ഈ ഭൂമിയിലുള്ള ലോക സമാധാനം എന്ന് പറയുന്നത് ഇതിന്റെ വിഷയാവതരണത്തിന്റെ അവസാന ഭാഗമാണ്. ആശയം പ്രസവിച്ച സമാധാനമല്ല, ആയുധം പ്രസവിച്ച സമാധാനമാണ്. എന്തേ അങ്ങനെ പറയുന്നത്? ഇസ്ലാം ലോകത്ത് അധീശാധികാരം സ്ഥാപിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമാധാനം ആശയം പ്രസവിച്ച സമാധാനമാണ്. കരുണ കാണിക്കുക, ദയ കാണിക്കുക, മോഷണം അരുത്, പിടിച്ചുപറി അരുത്, കൊലപാതകം അരുത്, പലിശ അരുത്, കുതികാലുകെട്ടരുത്, ചൂതാട്ടം അരുത്. എന്തുകൊണ്ട്? അള്ളാഹു ഉണ്ട് മുകളിൽ, പരലോകമുണ്ട് നാളെ. പക്ഷെ ഇന്നത്തെ സമാധാനമോ? ലോക വരും രാജ്യങ്ങൾക്ക് പരസ്പരം പേടി. മലയാളത്തിൽ പറഞ്ഞാൽ അമേരിക്കക്ക് പേടി. ചൈന അണുബോംബിട്ടേക്കുമോ? കൊറിയ അണുബോംബിട്ടേക്കുമോ? കൊറിയക്കും ചൈനക്കും പേടി. ബ്രിട്ടനും അമേരിക്കയും അത് പ്രയോഗിച്ചേക്കുമോ? വലതുപക്ഷ രാജ്യങ്ങൾക്ക് ഇടതുപക്ഷ രാജ്യങ്ങളെ പേടി. ഇടതുപക്ഷ രാജ്യങ്ങൾക്ക് വലതുപക്ഷ രാജ്യങ്ങളെ പേടി. ഞാൻ പക്ഷം പറയുകയല്ല, ഇതാണ് ഫാക്ട്. പരസ്പരം ആയുധങ്ങൾക്ക് വേണ്ടി, ആയുധ നിർമ്മിതിക്ക് വേണ്ടി റവന്യൂ വരുമാനത്തിന്റെ 2.25 എന്തുകൊണ്ട് പ്രയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആയുധമുണ്ടാക്കിയാലേ സമാധാനമുണ്ടാകൂ എന്ന ആശയപരമായ ദാരിദ്ര്യത്തിലേക്ക് 21ാം നൂറ്റാണ്ട് ഇകഴ്ന്നു വന്നു, അതപ്പതിച്ചു വന്നു. അവിടെയാണ് സൂഫി നഗരങ്ങൾ ലോക ചരിത്രത്തിലുണ്ട്. ഒരു പോലീസും പട്ടാളവും ഇല്ലാതെ പതിനായിരങ്ങളും ലക്ഷങ്ങളും താമസിച്ചു പോയ നഗരങ്ങളെ സ്വച്ഛന്ദ സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോയ ആശയം ഇസ്ലാമിലെ സൂഫി സംസ്കാരമാണ്. തെരീം ഉദാഹരിക്കപ്പെടാറുണ്ട്, ഫസ് ഉദാഹരിക്കപ്പെടാറുണ്ട്. എന്തിനാണ് തമിഴ്നാട്ടിലെ കായൽ പട്ടണം പോലും ഉദാഹരിക്കപ്പെടാറുണ്ട്. ബഗ്ദാദ് ഒരു കാലഘട്ടത്തിൽ ഉദാഹരിക്കപ്പെട്ടു. ഈ സൂഫി കൾച്ചർ നാളെ തിരിച്ചു വരും. ആ കാലഘട്ടത്തിൽ ഏദൻ മുതൽ ഈല വരെ ഒരു പെണ്ണിന് മഹ്റം പോലുമില്ലാതെ നിർഭയായി സഞ്ചരിക്കാൻ കഴിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മനോഹാരിതയെ കാൽപ്പനികമായി അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ചെന്നായയും ആട്ടിൻകുട്ടിയും ഒറ്റ ഭക്ഷണം ഒന്നിച്ചു കഴിക്കുന്ന കാലം വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാമൂഹികമായ നിർഭയത്വം. ഇപ്പൊ ഞാൻ ചുരുക്കുന്നു, ഇതൊരു പഴയ തത്വശാസ്ത്രമല്ല, ഇത് ഇനിയും വികസിക്കാനുള്ള തത്വശാസ്ത്രമാണ്. ഇന്ന് റെലവൻ്റ് ആണ് എന്നല്ല നമ്മൾ പറയുന്നത്. ഈ ഭൂമിക്ക്, മനുഷ്യ സാമൂഹിക സംവിധാനങ്ങൾക്ക് 12,000 കൊല്ലങ്ങൾ ഭാവിയുണ്ടെങ്കിലും അനുനിമിഷ വികസ്വരമായ തെളിച്ചവും വെളിച്ചവുമാണ് ഈ പരിശുദ്ധമായ ഇസ്ലാമിനുള്ളത്. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹ്. പക്ഷേ എന്നും അപവാദകർ ഉണ്ടാകും, ഊതിക്കെടുത്താൻ ശ്രമിക്കും, കിംവദന്തികൾ പ്രചരിപ്പിക്കും. പക്ഷേ അന്നും പ്രചരിപ്പിച്ചു, ഇന്നും പ്രചരിപ്പിക്കുന്നു, ഇത് മറയില്ല. വലാകിൻ യഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറ. അള്ളാഹു കൊളുത്തിയ ഈ ദീപാങ്കുര പ്രകാശം അതിന്റെ പൂർണ്ണതയിലേക്ക് അള്ളാഹു തന്നെ എത്തിക്കും. മിഥ്യാപവാദത്താൽ മറഞ്ഞു വള്ളത്തോൾ. ഒരു കവിതയും, ഞാൻ ഇത് വെറുതെ ഒരഴകിന് പാടുന്നതല്ല. ഇന്ന് ഇസ്ലാമിനെ കേരളത്തിൻ്റെ സോഷ്യൽ മീഡിയ പരിസരങ്ങളിൽ പ്രവാചകനെ വിമർശിക്കുന്ന, നബിയെ ഒരു പ്രവാചക ജീവചരിത്രം പറയുന്ന പുസ്തകം പോലും വായിക്കാതെ, ഇസ്ലാമിനെ ആധികാരികമായി വിശദീകരിക്കുന്ന ഇസ്ലാമിൻ്റെ ഒരു തത്വശാസ്ത്ര കിതാബ് പോലും എന്ന് ഞാൻ പറയുന്നില്ല, ഒരു സെക്കുലർ കോണ്ടെക്സ്റ്റിൽ എഴുതപ്പെട്ട ഒരു പുസ്തകം പോലും വായിക്കാതെ മില്യൺ കണക്കിന് മനുഷ്യരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തത്വസംഹിതക്കെതിരെ നിഴലിനെതിരെ നിർവഹിക്കുന്ന പോലെ കാടടച്ച് വെക്കുന്ന സോഷ്യൽ മീഡിയയിലെ എല്ലാ ഉള്ളിത്തോലുകൾക്കും വള്ളത്തോളന്നേ മറുപടി പറഞ്ഞു എന്ന് പറയാനാണ്. മിഥ്യാപവാദം കൊണ്ട് തകരില്ലെന്ന്
മിഥ്യാപവാദത്താൽ മറഞ്ഞു സത്യമവിദ്യതൻ വിബോധം വിജ്ഞാനഗർഭം തിരുമൗലി തൊട്ടു സന്മാർഗ സഞ്ചാരി പദം വരയ്ക്കും പാംസുൽക്കരം പറ്റിയ പുണ്യമാനെ പാർത്തങ്ങു തമ്മാടികൾ കൂകിയാർത്തു അയ്യയ്യ മൺകൊണ്ട അഭിശപ്തനായല്ലോ മതസാർവഭൗമൻ. അടുത്ത വരി എന്താ വള്ളത്തോട് പറയുന്നത്? മുഴക്കിയിടുവീൻ ഹേ ജയശബ്ദമെങ്ങും വാഴട്ടെ ഇസ്ലാം തിരുമേനി നീണാൾ. ഇസ്ലാമിൻ്റെ ഈ മഹാ തിരുമേനി എന്നും എവിടെയും വീഴാതെ വാഴട്ടെ. അതിൻ്റെ അറബിയല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മലയാളത്തിൻ്റെ ബുദ്ധിജീവികളുടെ ഗതകാല ചരിത്രം എന്ന് മാത്രം ആമുഖമായി സൂചിപ്പിച്ച സജീർ ബുഖാരി ഉസ്താദും പറയും. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇങ്ങനെ മറുപടി പറയും എന്നുള്ള അവകാശവാദമല്ല. നമുക്ക് ചർച്ച ചെയ്യാം. തീർപ്പ് കൽപ്പിക്കാൻ ആധികാരികമായി അറിയുന്ന വാക്കവി ഉസ്താദിനെ പോലെയുള്ള മറ്റു ഉസ്താദന്മാരെ പോലെയുള്ള പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു ഖൈറായ നിലയിൽ തുടരുവാൻ, നമുക്ക് ഈമാൻ വർദ്ധിക്കുന്ന തരത്തിൽ ഇത് ഫലപ്രാപ്തിയിലെത്തുവാൻ സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും.